ഡിയർ സ്റ്റുഡൻസ്, SBS കോമേഴ്സ് യൂട്യൂബ് ചാനൽ വഴിയുള്ള ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. എന്താ ടാക്സ് എന്ന് പറഞ്ഞാൽ? ടാക്സ് ഈസ് എ കമ്പൾസറിലി എക്സ്ട്രാക്ഷൻ ഓഫ് മണി ഫ്രം പീപ്പിൾ ബൈ ആൻ അതോറിറ്റി ടു സ്പെൻഡ് കോമൺ ബെനഫിറ്റ് ഓഫ് ദി സൊസൈറ്റി. അല്ലേ, ആൾക്കാരുടെ കയ്യിൽ നിന്ന് കമ്പൾസറിലി കളക്ട് ചെയ്യുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ആ ടാക്സ് നമ്മൾ ഏത് പർപ്പസിനെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ സൊസൈറ്റിയുടെ കോമൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം ടാക്സിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് എ കമ്പൾസറിലി എക്സ്ട്രാക്ഷൻ ഓഫ് മണി ഫ്രം പീപ്പിൾ ബൈ ആൻ അതോറിറ്റി ടു സ്പെൻഡ് കോമൺ ബെനിഫിറ്റ് ഓഫ് ദി സൊസൈറ്റി. ടാക്സ് എപ്പോഴും കളക്ട് ചെയ്യുന്നത് ഒരു അതോറിറ്റി ആയിരിക്കും. ടാക്സ് അതോറിറ്റി ആയിരിക്കും എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പൾസറി ആയിട്ട് ആ അതോറിറ്റിക്ക് ടാക്സ് പേ ചെയ്തിരിക്കണം. സോ അതുകൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത്? കമ്പൾസറിലി എക്സ്ട്രാക്ഷൻ ഓഫ് മണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കമ്പൾസറിലി പേയ്മെൻറ്റ്. ടാക്സ് എന്ന് പറയുന്നത് കമ്പൾസറിലി പേയ്മെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു സർട്ടൺ പെർസെൻറ്റേജ് ടാക്സ് കൺസേൺഡ് അതോറിറ്റിക്ക് പേ ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ടാണ് അതിനെ കമ്പൾസറിലി പേയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അങ്ങനെ പേ ചെയ്തില്ലെങ്കിൽ ദാറ്റ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഒരു പണിഷബിൾ ഒഫൻസായിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി അതിന് എപ്പോഴും നമുക്ക് ടാക്സ് പേ ചെയ്യാൻ പറ്റത്തില്ല. ടാക്സ് പേ ചെയ്യേണ്ട ടൈമും അതിൻ്റെ മോഡ് ഓഫ് പേയ്മെൻറ്റും എല്ലാം കൺസേൺഡ് അതോറിറ്റി സ്പെസിഫൈ ചെയ്യും. അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്. സോ ടൈം ആൻഡ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഡിറ്റർമിൻഡ് ബൈ ഇമ്പോസിങ് അതോറിറ്റി. ദെൻ പേയ്മെൻറ്റ് ഫോർ ആൻ ഇൻഡയറക്റ്റ് സർവീസ് റെൻഡേഡ് ബൈ ദി ഗവൺമെൻറ്. നമ്മൾ കൊടുക്കുന്ന ടാക്സ് എപ്പോഴും നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പല പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്. സോ ആ സർവീസസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പേയ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ടാക്സ് പലപ്പോഴും കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് ഫോർ ആൻ ഇൻഡയറക്റ്റ് സർവീസ് റെൻഡേഡ് ബൈ ദി ഗവൺമെൻറ്. ദെൻ ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാക്സും ഫൈൻ ആൻഡ് പെനാൽറ്റി എല്ലാം നിങ്ങൾ കേട്ട് കാണും. അത് തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കേണ്ടത്. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കമ്പൾസറി പേയ്മെൻറ്റ് ആണ്. സോ എന്താ? ഫീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ചാർജ്ഡ് ആസ് കൺസിഡറേഷൻ ഫോർ സർവീസ് റെൻഡേഡ്. നമുക്ക് എന്തെങ്കിലും ഒരു സർവീസ് തന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കൺസിഡറേഷനെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് കണക്കാക്കുന്നത്. സോ ഇറ്റ് ഈസ് ചാർജ്ഡ് ആസ് കൺസിഡറേഷൻ ഫോർ സർവീസ് റെൻഡേഡ്. ദെൻ ഫൈൻ ആൻഡ് പെനാലിറ്റി. അല്ലേ, എപ്പോഴും നിങ്ങൾക്ക് ഫൈൻ എല്ലാം കിട്ടി കാണും. നമ്മളിപ്പോൾ 2 വീലറിൽ അങ്ങോട്ട് പോവുകയാണ്, നമ്മൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ നമുക്ക് ഫൈൻ ഈടാക്കാറുണ്ട്. അപ്പോൾ എന്താ ഫൈൻ അല്ലെങ്കിൽ പെനാലിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇമ്പോസ്ഡ് ആസ് പണിഷ്മെൻറ്റ് ഫോർ ദി വയലേഷൻ ഓഫ് ലോ. നമ്മൾ ഏതെങ്കിലും ലോ വയലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പണിഷ്മെൻറ്റ് തന്നെയാണ് എന്ത് പറയുന്നത്? ഫൈൻ ഓർ പെനാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ കമ്പൾസറി പേയ്മെൻ്റ് ആണ്. ഫീ എന്ന് പറയുന്നത് നമ്മുടെ സർവീസിന് നമുക്ക് കൊടുക്കുന്ന കൺസിഡറേഷനെയാണ് ഫീ എന്ന് പറയുന്നത്. ഫൈൻ ആൻഡ് പെനാലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ലോ വയലേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പണിഷ്മെൻ്റാണ് ഫൈൻ ഓർ പെനാലിറ്റി. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാക്സ് കളക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, ജനറേഷൻ ഓഫ് റവന്യൂ. അല്ലേ, ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൻ റവന്യൂ ആണ് ടാക്സ് എന്ന് പറയുന്നത്. സോ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പല സർവീസസ് നമ്മുടെ സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സർവീസസിനെല്ലാം അവർക്ക് കാശ് ആവശ്യമാണ് അല്ലെങ്കിൽ ഫണ്ട് ആവശ്യമാണ്. സോ അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റവന്യൂ കളക്ട് ചെയ്യുന്നുള്ള ഒരു സോഴ്സാണ് എന്ന് പറയുന്നത് ടാക്സ്. ദെൻ പ്രിവെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് മണി. ടാക്സ് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് മണി ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു സർട്ടൺ പെർസെൻറ്റേജ് ടാക്സ് നമ്മൾ കൺസേൺഡ് അതോറിറ്റിക്ക് കൊടുക്കാറുണ്ട്. അത് വെച്ചിട്ട് അവർ ബാക്ക്വേർഡ് ഏരിയാസ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പിന്നോക്ക നിൽക്കുന്ന പല കാര്യങ്ങളിലോട്ട് ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനെ ഡെവലപ്പാക്കുകയും ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു കോൺസെൻട്രേഷൻ ഓഫ് മണി പ്രിവെൻറ്റ് ചെയ്യാനും ടാക്സേഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ ഇൻക്രീസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പല സമയത്തും നമ്മളിപ്പോൾ NSEയിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഷുറൻസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സഹായിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സേഷൻ പല സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് എല്ലാം ഇൻക്രീസ് ചെയ്യാനും പല സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ് ആൾക്കാരുടെ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ്
മെൻറ്റാലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലേ, നമ്മൾ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ടാക്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ പുതിയ പബ്ലിക് സെക്ടർ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാനും ടാക്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ, മെയിൻലി ടാക്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. എന്താ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് എ പേഴ്സൺ ഹൂ പേ ദ എമൗണ്ട് ഡയറക്ട്ലി ടു അതോറിറ്റീസ്. ഓക്കെ, എ പേഴ്സൺ ഹൂ പേ ദ എമൗണ്ട് ഡയറക്ട്ലി ടു അതോറിറ്റീസ്. നമ്മുടെ അതോറിറ്റീസിന് ഡയറക്റ്റായിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിലോ ടാക്സ് പെയ്ഡ് ബൈ ദ ടാക്സ് പെയർ ത്രൂ ആൻ ഇൻ്റർമീഡിയറീസ്. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയറീസ് വഴി ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ടാക്സും, ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയറീസ് വഴി ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്നും അറിയപ്പെടുന്നു. ഇനി ടാക്സിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന മെയിൻ ലാൻഡ്മാർക്കാണ് ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വന്നത് 1922 ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വരുന്നത് 1922 ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻകം ടാക്സ് ആക്ട് ഏതെന്ന് ചോദിച്ചാൽ 1961 ഇൻകം ടാക്സ് റൂൾ ഏതെന്ന് ചോദിച്ചാൽ 1962 ഇനി സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് നിലവിൽ വരുന്നത് 1924 നമ്മുടെ എപെക്സ് അതോറിറ്റി, ഇൻകം ടാക്സിൻ്റെ എപെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. അത് നിലവിൽ വരുന്നത് 1964 ഇത്രയാണ് നമ്മൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക്. താങ്ക് യു.